ആർ യു റെഡി? എന്തിനാണെന്നല്ലേ? യഹോവ മിശിഹായ്ക്ക് സ്തുതി. ഈ ആർ യു റെഡി എന്ന ചോദ്യം ചോദിക്കുന്നത് ഞാനല്ല, നിന്നോട് നമ്മുടെ ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ അപ്പൻ യഹോവ മിശിഹ ചോദിക്കുകയാണ്, മകനെ അല്ലെങ്കിൽ മകളെ, ആർ യു റെഡി? എന്തിന്? സ്വർഗീയ ജെറുസലേം മണവാട്ടിയെ പോലെ ഒരുങ്ങിക്കഴിഞ്ഞു. നീ അതിലേക്ക് കിടക്കാൻ യോഗ്യനാണോ? നീ തന്നെ നിന്റെ ആത്മാവിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്, ഞാൻ റെഡിയാണോ? ആർക്കൊക്കെ ആ ഭാഗ്യം കിട്ടുക നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് എവിടെയാണ്? നമ്മൾ ഉണരുമ്പോൾ അത് തിരിച്ചു വരും അല്ലേ? അതെങ്ങനെയാ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉറക്കം വരുമ്പോൾ ഉറങ്ങും അല്ലേ? കുറേ നേരം മൊബൈൽ റീൽസൊക്കെ നോക്കി കിടക്കും, അത് ഉറക്കം വരുമ്പോൾ ഉറങ്ങും. നേരം വെളുത്ത് നമ്മൾ എഴുന്നേക്കും, ജോലിക്ക് പോകും, ഭക്ഷണം കഴിക്കും, എന്താ പറയുക, നമ്മളിങ്ങനെ അങ്ങോട്ട് ജീവിക്കുന്നു. 24 മണിക്കൂർ നമ്മുടെ ദൈവം നമുക്ക് തന്നിട്ടും അതിൽ ദൈവത്തെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാനോ ദൈവത്തെ പറ്റി ചിന്തിക്കാനോ മനുഷ്യരായ നമുക്ക് സമയമില്ല. ഇതിലെവിടെയാണ് സമയം നമുക്കല്ലേ? പക്ഷേ മരണസമയത്ത് ഉള്ള ആ കണ്ണിലെ ഭയം, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഞാനൊരു നേഴ്സായതുകൊണ്ട് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ മരണസമയത്ത് ഒരു മനുഷ്യൻ്റെ കണ്ണിലെ ഭയം. ആ സമയത്ത് വേറെ ബന്ധങ്ങളില്ല, ചിന്തകളില്ല, അതുപോലെ നാളെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയില്ല, ഒന്നുമില്ല. ഞാനും ദൈവവും മാത്രം. ഞാൻ മരിക്കുമോ, എൻ്റെ ആത്മാവ് എന്നുള്ള ആ ചിന്ത മാത്രം. പൈസയാണ് ഈ ലോകത്തെ എല്ലാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് അല്ലേ? ഒരുപാട് പൈസക്കാരെ അല്ലെങ്കിൽ സമ്പത്തുള്ളവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ഇഞ്ചക്ഷന് ഞങ്ങൾക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട, കുത്തണ്ട, ആ പൈസ നിങ്ങൾക്ക് അങ്ങോട്ട് തന്നേക്കാം. പൈസയാണ് അവർക്കെല്ലാം. പക്ഷെ അങ്ങനെയുള്ളവർ മരിക്കാൻ നേരത്ത് ആരുമില്ല. അവരുടെ ആ ചിന്ത, അവരുടെ ആത്മാവും ദൈവവും മാത്രം, ഞാൻ എന്ന ഒരു ചിന്ത മാത്രമല്ല. ആ മരണഭയം, ഞാൻ എന്ന ചിന്ത ആത്മാവുമായിട്ട് റിലേറ്റഡ് ആണ്. എന്നെ എന്നുള്ള ചിന്ത ജഡവുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് എന്നെ കൊണ്ടുപോകുമോ, എന്നെ പഠിപ്പിക്കുമോ, എനിക്ക് വേണം, എനിക്ക് എന്താ പറയുക, എന്നെ കാണിച്ചു, ഇങ്ങനെയുള്ള ഈ എന്നെ എന്നുള്ള ചിന്തകളൊക്കെ ജഡവുമായി റിലേറ്റഡ് ആണ്. എന്നാൽ ഞാൻ കൊണ്ടുപോകും, ഞാൻ കാണും, ഞാൻ ചിന്തിക്കും, അങ്ങനെയുള്ള ഞാൻ എന്ന ചിന്ത ആത്മാവുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം മരിക്കാൻ സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് ആത്മാവ് മാത്രമേ നമ്മുടെ കൂടെ കാണുള്ളൂ. ബന്ധങ്ങളോ വേറെ ഒന്നും, പൈസയോ നമ്മൾ സ്നേഹിക്കുന്നവരോ ഒന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മുടെ ആത്മാവ് മാത്രം. ആ ആത്മാവിനോട്, നിൻ്റെ ആത്മാവിനോട് ദൈവം ചോദിക്കുകയാണ്, ആർ യു റെഡി? അത് നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. സ്വർഗത്തിലേക്ക് പോകാനായിട്ട് നാം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു, യേശുവായോട് ചോദിച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ 7:21. അപ്പോൾ യേശുവ പറഞ്ഞ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. യേശുവ പറഞ്ഞു, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന്. കർത്താവേ കർത്താവേ എന്ന് ഒരുപാട് വിളിച്ചപേക്ഷിച്ച് അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ കാണാപ്പാടം പഠിച്ച കുറേ പ്രാർത്ഥനകൾ ഉരുവിട്ടത് കൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകണമെന്നില്ല. മനസ്സിലായ? അതിനെന്ത് വേണം? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണം. അപ്പോൾ എന്താണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം? അപ്പോൾ യേശുവ പറയുന്നത്, എൻ്റെ വചനങ്ങൾ പാലിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ, അവരാണ് സ്വർഗത്തിൽ പോകുക എന്ന്. അപ്പോൾ എന്താണ് യേശുവായുടെ വചനങ്ങൾ? ആ വചനങ്ങൾ തന്നെയാണ് സ്വർഗീയ പിതാവിൻ്റെ കൽപ്പനകൾ. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, യേശുവായോട് നിയമജ്ഞർ ചോദിച്ചു, എന്താണ് സുപ്രധാനമായ കൽപ്പന? അപ്പോൾ യേശുവ പറഞ്ഞു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന, കർത്താവാണ് ഏക കർത്താവ്. മനസ്സിലായ? നീ നിൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും സ്നേഹിക്കണമെന്ന്. കർത്താവാണ് ഏക കർത്താവ്, ത്രിയേക കർത്താവ് എന്നല്ല ദൈവം ആ സമയത്ത് പറഞ്ഞത്. യേശുവ പറഞ്ഞത് ഏക കർത്താവ്, നിൻ്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്നാണ്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകൾ മനസ്സിലായ? ഈ 2 കൽപ്പനകൾ ഉള്ളൂ. അപ്പോൾ ആ 10 കൽപ്പന എന്ത്?
ആ 10 കൽപ്പനകൾ ഈ 2 കൽപ്പനയിൽ ഉൾക്കൊള്ളുന്നു എന്നാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്. ഈ 2 കൽപ്പന പാലിച്ചാൽ മതി, ആ 10 കൽപ്പനയായി. അതായത് ഏക കർത്താവ് എന്ന് നമ്മൾ മനസ്സിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആദ്യത്തെ കൽപ്പനകളൊക്കെ ആയി. മനസ്സിലായേ? നമ്മൾ വേറെ ദൈവത്തെ തേടി പോവില്ല, വിഗ്രഹാരാധന നമ്മൾ ചെയ്യില്ല. പിന്നെ മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ കണക്കാക്കി സ്നേഹിച്ചാൽ ഈ കൊല്ലരുത്, വ്യഭിചാരം ചെയ്ത് തുടങ്ങിയ താഴെയുള്ള കൽപ്പനകളൊന്നും നമ്മൾ ചെയ്യില്ല. അതാണ് കർത്താവ് പറയുന്നത്. ഈ 2 കൽപ്പനകളും ഈ 10 കൽപ്പനകൾക്ക് തുല്യമാണെന്ന്. അപ്പം അതിന് മറുപടി ആയിട്ട് നിയമജ്ഞർ പറഞ്ഞു. മർക്കോസ് 12:33 ഗുരു, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുന്നതും തന്നെ അതുപോലെ തന്നെയാണ് അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്ന് അങ്ങ് പറഞ്ഞതും സത്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ആ നിയമജ്ഞനോട് പറഞ്ഞു, നീ ബുദ്ധിപൂർവ്വം തന്നെ മറുപടി പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്ന്. മനസ്സിലായി? അപ്പോൾ സ്വർഗരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ഉള്ളതാണ് എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി കൂടെ, 10 കൽപ്പന പാലിച്ചാൽ നമ്മൾക്ക് സ്വർഗരാജ്യത്തിൽ പോകാം. മനസ്സിലായ? ഇനി ഈ 10 കൽപ്പന നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പുറപ്പാട് 20 നിങ്ങൾ വേദേശം പഠിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ അച്ഛന്മാർ പഠിപ്പിച്ച് തന്നിട്ടോ ഉള്ളതായ ആ കൽപ്പന അല്ല. ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നുന്ന ആ കൽപ്പന തന്നെയാവും. നിങ്ങൾ ഇന്ന് തന്നെ, ഞാൻ പലപ്പോഴും നിങ്ങളോട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്ന എല്ലാ വാക്യങ്ങളും നിങ്ങളൊന്ന് പോയി വായിക്കുക. അതുപോലെ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ, ദൈവത്തെ അല്പമെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ആ ദൈവത്തോട് ഒരല്പ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ 10 കൽപ്പന ഒന്ന് വായിച്ചു നോക്ക്. ഞാൻ പറഞ്ഞത് കൂടാതെ പുറപ്പാട് 20 നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. അതിൽ അത് നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും. മനസ്സിലായോ? നിങ്ങൾ ആ കുറച്ച് കൽപ്പന അതിൽ കേട്ടിട്ടില്ല. നിങ്ങൾ 2ാമത്തെ കൽപ്പന പുറപ്പാട് 20:4 ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം കേട്ടാ. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ്. മനസ്സിലായ? ഇങ്ങനെ ചെയ്യുന്നവരെ, അവരുടെ മക്കളെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. ഇതാണ് 2ാമത്തെ കൽപ്പന. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ആരോടെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു ചോദിച്ചൂടെ? ഇതാ ഈ 2ാമത്തെ കൽപ്പന നമ്മുടെ എന്തിയെ, എങ്ങോട്ട് പോയി? നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? ഈ 2ാമത്. അപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇത് വിഗ്രഹാരാധനയെ കുറിച്ചല്ലേ പറഞ്ഞത് അല്ലേ? ഞാനതിന് വിഗ്രഹത്തിൽ നിന്ന് ആരാധിക്കുന്നില്ലല്ലോ. എന്താണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്? ഈ കല്ലും അല്ലെങ്കിൽ മൃഗങ്ങളുടെ രൂപവും അതൊക്കെ അതിനെ ആരാധിക്കുന്നത് മാത്രമാണോ വിഗ്രഹങ്ങൾ? എന്താണ് വിഗ്രഹം എന്ന് ദൈവത്തിൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചിരാം. നിയമാവർത്തനം 4:15 കേൾക്ക്. ഹൊറേബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ ആകാശത്തിലെ ഏതെങ്കിലും പറവയുടെയോ നിലത്തിഴയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാകാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാ ആകാശഗോളങ്ങളെയും കണ്ട് ആകൃഷ്ടരായി അവയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുവിൻ എന്ന് കറക്റ്റായിട്ട് ദൈവം പറയുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് വിഗ്രഹാരാധന എന്ന്. മനസ്സിലായോ? അപ്പം നിങ്ങൾ പറയും ഇതൊക്കെ പഴയ നിയമമല്ലേ എന്ന്. എന്നോട് ഇന്നലെ തന്നെ ഒരു വ്യക്തി ചോദിച്ചു, പഴയ നിയമമാണ് കൂടുതലും ഞാൻ വായിക്കുന്നത്, പഴയ നിയമം യഹൂദർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ, പുതിയ നിയമമല്ലേ നമുക്ക് പറഞ്ഞിട്ടുള്ളതെന്ന്. ഇത് പഴയ നിയമം. ഇനി പുതിയ നിയമത്തിൽ തന്നെ യേശുവ പറയുന്നത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. യേശുവ 4:11 മത്തായിയുടെ സുവിശേഷം 4:11 പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ പൂജിക്കാവൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നിങ്ങൾ എന്താ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞ ആ കർത്താവിൻ്റെ രൂപത്തെ ഞങ്ങൾ പൂജിക്കണുള്ളൂ അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ പറയാം അല്ലേ? അങ്ങനെ പറഞ്ഞ ആ ദൈവത്തിൻ്റെ രൂപത്തെ ഉണ്ടാക്കി നമ്മൾ പൂജിക്കാൻ തുടങ്ങി. ഇനി അവർക്കുള്ള മറുപടി യേശുവ വെളിപാടിലൂടെ
യോഹന്നാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടോ. വെളിപാട് 9:20 പറയുന്നു, 6ാമത്തെ കാഹളം മുഴക്കിയതിന് ശേഷം മഹാമാരികൾ നിമിത്തം 1/3 മനുഷ്യർ മരിച്ചതിന് ശേഷവും എന്നിട്ടും അവശേഷിച്ചവർ തങ്ങളുടെ കരവേലയെപ്പറ്റി അനുതപിക്കുകയോ പിശാചുക്കളും കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിവില്ലാത്തതും സ്വർണം, വെള്ളി, പിച്ചള, കല്ല്, തടി എന്നിവയിൽ നിർമ്മിക്കപ്പെട്ടവയുമായ വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയോ ചെയ്തില്ല എന്ന്. അതായത് 6ാമത്തെ കാഹളം മുഴക്കിയതിന് ശേഷം 7ാമത്തെ കാഹളത്തിന് തൊട്ട് മുൻപായിട്ട്, അതാണ് ഇപ്പം നടക്കുന്ന സമയം. ആ സമയത്ത് ഇത്രയൊക്കെ മഹാമാരികൾ തന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഒന്നും എന്നിട്ട് ബാക്കിയുള്ളവർ വീണ്ടും വിഗ്രഹാരാധന ചെയ്തുകൊണ്ടിരുന്നാണ് ഇവിടുന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തുടർന്ന് പറയാണ്, ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല. 7ാമത്തെ ദൂതൻ മുഴക്കാനിരിക്കുന്ന കാഹളധ്വനിയുടെ ദിവസങ്ങളിൽ തൻ്റെ ദാസരായ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാക്കും. മനസ്സിലായോ? ഈ അവസാന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആ രഹസ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഈ ലോകത്തിൻ്റെ ദേവൻ നിങ്ങളുടെ കണ്ണുകൾ കുരുടാക്കി വെച്ചിരിക്കുകയാണെങ്കിലും ഈ നിമിഷത്തിൽ, അവസാന നിമിഷത്തിലെങ്കിലും ദൈവത്തിനെ തിരഞ്ഞെടുത്ത പിൻപന്മാർ പലപ്പോഴും മുൻപന്മാരാകാം. അവർക്ക് ആരുടെങ്കിലും മനസ്സിൽ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഒരു സ്പാർക്ക് തോന്നിയാൽ നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാം. ആർക്കെങ്കിലും മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ വിട്ടോ, നിങ്ങൾ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല, നിങ്ങൾ പൊക്കോ. മനസ്സിലായ? ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും സത്യമുണ്ട് എന്ന് തോന്നിയാൽ അത് ഒരു ശുഭലക്ഷണമാണ്. ദൈവത്തിന് നമ്മൾ കാതോർക്കണം. മനസ്സിലായി? ഇതൊന്നും വേണ്ട. നിങ്ങൾ കോമൺ സെൻസ് വെച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കി. യേശുവായുടെ കാലത്ത് അവർ ഏതെങ്കിലും ഒരു രൂപത്തെ അവർ ആരാധിച്ചതായിട്ട് സുവിശേഷത്തിൽ പറയുന്നുണ്ടോ? യഹൂദനായിട്ട് ജനിച്ചപ്പോൾ യേശുവ ഏതെങ്കിലും ഒരു രൂപത്തെ, അവർക്ക് വേണമെങ്കിൽ അവരെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ച മോശയുടെ രൂപം ഉണ്ടാക്കായിരുന്നു. അബ്രാഹത്തിൻ്റെ, ഇസാക്ക്, യാക്കോബ്, മറ്റു പ്രവാചകന്മാർ, എന്തൊക്കെ അവരുടെ ഒക്കെ രൂപം അവർക്ക് ഇരുന്ന് ആരാധിക്കായിരുന്നില്ല. യേശുവ ഏതെങ്കിലും ഒരു രൂപത്തെ ആരാധിച്ചെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല, ഒരിക്കലും ഇല്ല. കേട്ടാ? വിഗ്രഹങ്ങളില്ലാത്ത നീതിമാൻ ആക്ഷേപങ്ങൾക്ക് അധീപനായിരിക്കും. അത് തീർച്ച. അതുപോലെ എന്നെ ആക്ഷേപിക്കാം നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ ഒന്ന് ഓർക്കണം, ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ജീവൻ എടുക്കുകയാണെങ്കിൽ നാളെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ എവിടെ? നാളെ മക്കളെ പഠിപ്പിക്കണം, ജോലി സമ്പാദിക്കണം, വീട് പണിയണം, അവരെ പുറത്തേക്ക് വിടണം, അല്ലേ? എന്തൊക്കെ ചിന്തകളാണ് നിങ്ങൾക്ക് രാത്രി കിടക്കുമ്പോഴും ഉണരുമ്പോഴും ഒക്കെ. പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കൂ, അല്ലേ? അതെല്ലാം പ്രാർത്ഥിക്കുന്ന എല്ലാ ആവശ്യങ്ങളും നടത്തിത്തരുന്നത് ഒരു കല്ല് അല്ലെങ്കിൽ ഒരു വിഗ്രഹമാണെങ്കിൽ പോലും അതിനെ നിങ്ങൾ ദൈവത്തെ നിന്ന് വിളിക്കും, അല്ലേ? ആ വിഗ്രഹത്തിന് ആ ക്രെഡിറ്റ് കൊടുക്കും. അപ്പോൾ നിങ്ങളെ സംരക്ഷിച്ച് സ്നേഹിച്ച് ഇത്ര നാളും കൊണ്ട് നടന്ന ദൈവം എവിടെ? ആ ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നിങ്ങൾ കൊടുക്കുന്നത് സാത്താനായിരിക്കുന്ന ആ വിഗ്രഹത്തിനോട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങളുടെ കരവേലകളെ ദൈവമേ എന്ന് വിളിക്കല്ലേ എന്നാണ് യേശുവ പുതിയ നിയമത്തിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത്. പഴയ നിയമം മാത്രമല്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ വിഗ്രഹങ്ങളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അതൊന്നും ഈ വീഡിയോയിൽ ഒരിക്കലും തീരില്ല. നിങ്ങൾ ബൈബിൾ വായിക്കി. ഞാൻ സ്പൂൺ കൊണ്ട് കോരിത്തന്ന് നിങ്ങളുടെ വയർ നിറയ്ക്കാൻ പറ്റില്ല. നിങ്ങളെ ഓരോ വാക്യങ്ങളും ഞാൻ പറയുമ്പോൾ അത് വായിച്ചു നോക്കൂ. നിങ്ങൾ അന്വേഷിച്ച് ദൈവത്തെ കണ്ടെത്തുക. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് വീക്ഷിക്കുന്നു എന്നാ പറയുന്നത്. മനസ്സിലായ? പ്രതീക്ഷിക്കാത്ത ദിവസത്തിലായിരിക്കും, പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും യജമാനൻ കടന്നു വരിക എന്ന് ലൂക്കാ സുവിശേഷം പറയുന്നുണ്ട്. ആ യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും ഒരുങ്ങാത്ത ഭൃത്യൻ കഠിനമായി ശിക്ഷിക്കപ്പെടും. പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ 2ാം പ്രമാണം തെറ്റിക്കരുത്. ക്രിസ്ത്യാനിയെ കണ്ണ് തുറക്ക്. മത്തായി 15 പറയുന്നു. യേശുവായുടെ വാക്കുകളാണ്, ഞാനല്ല പറയുന്നത്. പാരമ്പര്യത്തിന് വേണ്ടി ദൈവപ്രമാണം ലംഘിച്ചുകൊണ്ട് മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കല്ലേ എന്നാ പറയണേ. അതരം കൊണ്ട് എന്നെ ബഹുമാനിച്ചിട്ട് കാര്യമില്ല. മനപ്പാടമാക്കിയ കുറേ പ്രാർത്ഥനകൾ ഇങ്ങനെ ഉരുവിട്ടത് കൊണ്ട് അത് വെറും നിങ്ങളുടെ അതര വ്യായാമം മാത്രമാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് യേശു എടുത്ത് പറയുകയാണ്. മനസ്സിലായ? പഴയ നിയമവും പുതിയ നിയമവും ഒന്ന് തന്നെയാണ്. അത് നിങ്ങൾ അടിവരയിട്ട് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വെക്ക്. വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും ഒന്ന് തന്നെ. യഹോവ മശിഹ.
മനസ്സിലായ? യേശുവ എന്താ പറഞ്ഞത്? ഞാൻ നിയമങ്ങൾ മാറ്റാനല്ല വന്നത്, ഞാൻ നിയമങ്ങളുടെ പൂർത്തീകരണമാണ്. പുതിയ നിയമത്തിൽ ഒരു പുതിയ ദൈവത്തെ സൃഷ്ടിച്ച് നമുക്ക് തരുകയല്ല ചെയ്തത്. അതുകൊണ്ട് പഴയ നിയമത്തിൽ നിയമങ്ങളൊന്നും നിങ്ങൾ പാലിക്കണ്ട എന്നല്ല ദൈവം പറഞ്ഞത്. അങ്ങനെ ഒരു പഠിപ്പിക്കൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ പറയില്ലേ പഴയ നിയമം യഹൂദന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന്? ഈ ബൈബിൾ എഴുതിയത് യഹൂദന്മാരാണ്, അത് എഴുതിയത് യഹൂദർക്ക് വേണ്ടിയാണ്. അതിലുള്ളത് യഹൂദൻ്റെ ദൈവമാണ്. പക്ഷെ ക്രിസ്ത്യാനിക്ക് യഹൂദനെ വേണ്ട. ക്രിസ്ത്യാനി വിചാരിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിൽ യഹോശുവ മശിഹ ഒരു പുതിയ ദൈവത്തെ പരിചയപ്പെടുത്തി എന്നാണ്. ആ നിയമങ്ങളൊന്നും നിങ്ങൾ പാലിക്കേണ്ട, പുതിയ നിയമങ്ങളാണെന്ന്. അങ്ങനെയാണോ? യഹൂദൻ ക്രിസ്ത്യാനിയുടെ ശത്രുവാണ്. നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും അവരെ ഒന്ന് അംഗീകരിക്കുക, അവരെ ഒന്ന് സ്നേഹിക്കുക, അവരെ കുറ്റം പറയല്ലേ. യഹൂദൻ്റെ ദൈവത്തെയും ബൈബിളൊക്കെ നിങ്ങൾക്ക് വേണ്ടേ? യഹൂദന് നിങ്ങൾക്ക് വേണ്ട. യേശുവ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയച്ചത് തന്നെ 12 ഗോത്രങ്ങളിൽ 10 ഗോത്രന്മാർ ചിതറിക്കപ്പെട്ടു പോയി. യേശുവ അവരെ അയച്ചത് തന്നെ യഹൂദന്മാർ എവിടെയും ചിതറിക്കപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവരിൽ ആർക്കെങ്കിലും ഈ സുവിശേഷം കേൾക്കുമ്പോൾ, ഇടയൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്ന ആടുകൾ ഉണ്ടെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരുന്നു. പുതിയ നിയമത്തിൽ മത്തായി 15:24 പറയുന്നുണ്ട്, ഇസ്രായേലിൽ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ നിങ്ങൾ അയക്കണേന്ന് യേശുവ ശിഷ്യന്മാരോട് പറയണതാ. മാത്രം എന്നുള്ളൊരു വാക്കുണ്ട് അവിടെ, മനസ്സിലായ? അതുപോലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, വിജാതിയരുടെ അപ്പോസ്തലൻ എന്നല്ലേ നമ്മൾ വിചാരിക്കണേ, വിജാതിയർക്ക് വേണ്ടിയിട്ടാണ് വന്നേന്ന്. പക്ഷെ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 11:14 പറയുന്നുണ്ട്, വിജാതീയരുടെ അപ്പസ്തോലനായ ഞാൻ പോലും തൻ്റെ കൂട്ടരായ യഹൂദന്മാർക്ക് സ്പർദ്ധ ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സുവിശേഷം പ്രസംഗിക്കണേന്ന്. അതായത് എൻ്റെ സുവിശേഷം കേട്ടിട്ട് എൻ്റെ കൂട്ടരായ യഹൂദന്മാരുടെ മനസ്സിൽ എന്തെങ്കിലും സ്പർദ്ധയെങ്കിലും ഉണ്ടായാലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കണേന്നാണ് വിജാതിയരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന പൗലോസ്ലീഹ പോലും പറയുന്നത്, ഇല്ലേ? അപ്പം നിങ്ങൾ ചോദിക്കുക, അപ്പം നമുക്കൊന്നും രക്ഷയില്ലേ? ദൈവം പിന്നെ വന്നേക്കുന്നത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമാണോ? അപ്പം നമ്മളൊക്കെ ആരാ? നമ്മൾക്കൊന്നും രക്ഷയില്ലേന്ന്? ഉണ്ട്, നമുക്ക് രക്ഷയുണ്ട്. എങ്ങനെയാണ്? യഹോശുവ മശിഹായിലൂടെയാണ് നമുക്ക് രക്ഷ കിട്ടുക. അതായത് കാനാൻകാരിയുടെ വിശ്വാസം പോലെ എളിമയോടുകൂടി ചോദിക്കണം, അപ്പാ അങ്ങയുടെ മക്കളുടെ ആ മേശയുടെ കീഴിലേക്ക് വീഴുന്ന അപ്പത്തിൻ്റെ കഷ്ണമെങ്കിലും ഞങ്ങൾക്ക് മതിയെന്ന്. ആ കാനാൻകാരിയുടെ വിശ്വാസം കണ്ടിട്ട് ദൈവം സൗഖ്യം കൊടുത്തു. മനസ്സിലായ? ആ ഒരു എളിമയോട് കൂടിയുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. യഹൂദനോട് ചേർന്ന് നിൽക്കാതെ നമുക്ക് രക്ഷയില്ല. നമ്മെ യഹൂദനോട് ഒട്ടിച്ചേർത്ത് വെച്ചേക്കുക. അപ്പം വേരായ യഹൂദനിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാതെ നമുക്ക് പിന്നെ ജീവനില്ല. ദൈവത്തിൻ്റെ സ്വന്തം മക്കളെ തള്ളിക്കളഞ്ഞിട്ട് നമ്മളെ ദത്തെടുക്കോ? നമ്മളപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം, എന്നാലും ദൈവത്തിന് നമ്മളെയും കൂടെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. യഹോശുവ മശിഹായിലൂടെ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. വെളിപാടിൽ പറയുന്നുണ്ട്, സ്വർഗീയ ജെറുസലേം മണവാട്ടിയായിട്ട് ഒരുങ്ങി വരുമ്പോൾ 12 കവാടാണ്. അത് 12 ഗോത്രങ്ങൾക്കുള്ളതാണ്. യാക്കോബിൻ്റെ 12 മക്കളായ ഗോത്രങ്ങൾക്കുള്ളതാണ്. 12 ഗോത്രങ്ങളാണ് ആ 12 കവാടം. അതിലേക്ക് കയറാൻ പറ്റുമ്പോൾ നമ്മൾ ഇതിലൂടെ കയറും. ബുദ്ധിയുണ്ടോ ക്രിസ്ത്യാനിയെ? കണ്ണ് തുറക്ക്, നമ്മൾ ഏതിലൂടെ കയറും? നമുക്ക് യഹോശുവ മശിഹായിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. നമ്മൾ യഹോശുവ മശിഹായുടെ മക്കളാണ്. അപ്പോൾ യഹോശുവ മശിഹായിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അപ്പോൾ നമ്മൾ യഹൂദനോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം എന്ന് വിചാരിച്ച് അവിടെ പോയി യഹൂദൻ്റെ കൂടെ ജീവിക്കണമെന്നല്ല പറയണേ. യഹൂദൻ്റെ ഫീസ്റ്റുകൾ ആഘോഷിക്കണം, യഹൂദന്മാരുടെ അവരെ നമ്മൾ അനുവർത്തിക്കണം. അവർക്കൊരു പരിജ്ഞാനക്കുറവ് മാത്രമേ ഉള്ളൂ. അതായത് ദൈവം ഭൂമിയിലേക്ക് യേശുവ യഹൂദനായി ജനിച്ചത് അവരറിഞ്ഞില്ലേ? ആ ഒരു പരിജ്ഞാനക്കുറവ് മാത്രമേ അവർക്കുള്ളൂ. അത് ലോകാവസാനം ദൈവം അവർക്ക് കൊടുത്തോളും. പക്ഷെ ആ പരിജ്ഞാനം കൂടി കിട്ടിയ നമ്മൾ യഹൂദനെ അതിശയിക്കുമാറ് ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ നമ്മൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതിക്കാത്ത ഒരാൾ പോലും ഈ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. കൂട്ടത്തോടു കൂടി എല്ലാവരും നരകത്തിലോട്ടാ പോകുന്നത്. വെളിപാടിൽ പറയുന്നു, സമയം അടുത്തിരിക്കുന്നു. അനീതി ചെയ്തിരുന്നവർ അനീതി ചെയ്യട്ടെ, പാപക്കറ പുരണ്ടവർ ഇനിയും അങ്ങനെ കഴിയട്ടെ, പക്ഷെ നീതി പ്രവർത്തിക്കുന്നവർ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ എന്നാണ്. ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ നിങ്ങളുടെ സ്വന്തം പ്രവർത്തികൾക്കനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകാം. അപ്പോൾ യേശുവ നമ്മളോട് ചോദിക്കുകയാണ്, യഹോശുവ മശിഹ നമ്മളോട് ചോദിക്കുകയാണ്, ആർ യു റെഡി? നാം തന്നെ നമ്മുടെ ആത്മാവോട് ഈ ചോദ്യം ചോദിക്കുക, ഞാൻ റെഡിയാണോ? കേട്ടാ?
അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആർ യു റെഡി? അപ്പോൾ എല്ലാവർക്കും തോദാ റബ്ബ, തോദാ അബ.